നാം മരിക്കുകയും മണ്ണായിത്തീരുകയും ചെയ്തിട്ടാണോ? നിശ്ചയമായും അത് വിദൂരമായ ഒരു മടക്കം തന്നെ. എന്താ പറഞ്ഞതിനർത്ഥം? മരിക്കുകയും മണ്ണായിത്തീരുകയും ചെയ്തിട്ടാണോ? നിശ്ചയമായും അത് വിദൂരമായ ഒരു മടക്കം തന്നെ. മനുഷ്യൻ മരിച്ച് മണ്ണോടടിഞ്ഞ് മണ്ണിൽ ലയിച്ച് പോയാൽ പിന്നെ വീണ്ടും മനുഷ്യർ പുനർജീവിക്കും എന്ന് പറഞ്ഞ കഥയെ ഈ നിഷേധികൾ ഇങ്ങനെ നിഷേധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ് വ്യാഖ്യാനം. അതിനനുസരിച്ചാണ് ബ്രാക്കറ്റും അർത്ഥമൊക്കെ കൊടുത്തിട്ടുള്ളത്. അവരിൽ നിന്ന് ഭൂമി കുറയ്ക്കുന്നത് എന്താണ് എന്ന് നമുക്ക് തീർച്ചയായും അറിയാം. എല്ലാം ശരിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ അടുക്കലുണ്ട്. ഈ മരിച്ചുപോയി മണ്ണായ ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും മണ്ണിലേക്ക് ലയിച്ച് ചേരുന്നതിൻ്റെ അളവ് എനിക്കറിയാം എന്നാണ് പോലും ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ ഒരു കിതാബിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള വലിയൊരു കിതാബാണെന്നോ അതിൽ മലക്കുകൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന കിതാബാണെന്നോ എല്ലാവരുടെയും വിധി എഴുതി വെച്ച വേറെ കിതാബാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിന് കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ടായിരിക്കാം അള്ളാഹു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ